കാണിക്കുന്നത് കപ്പയും ബീഫാണ്. കണ്ണൂരിലെ മെയിൻ ഒരു സ്പെഷ്യൽ ഡിഷാണ്. അപ്പോൾ ഇതിനായിട്ട് 1 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കിലോ ബീഫ് വേണം. ഇത് എല്ലോട് കൂടിയ ബീഫാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 1 കപ്പ് തേങ്ങ ചിരകിയത്, പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, 3 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തെടുത്തത്, പിന്നെ വേണ്ടത് പെരുംജീരകം, 1/2 ടീസ്പൂണോളം പെരുംജീരകം വേണം. ആദ്യം നമുക്ക് ഈ ബീഫ് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു കുക്കറിലോട്ട് ബീഫ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഈ ബീഫ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഫ്ലെയിം ഓൺ ചെയ്യുക. കുക്കറിൻ്റെ മൂടി അടച്ച് നന്നായി വേവിച്ചെടുക്കുക. ഇപ്പോൾ ബീഫ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കപ്പ ചേർത്ത് കൊടുക്കുക. സെയിം ഇതേ കുക്കറിൽ തന്നെയാണ് കപ്പയും കൂടെ ചേർക്കേണ്ടത്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. കപ്പ വേവാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കുക. അതിനുശേഷം നന്നായി അങ്ങ് മിക്സ് ചെയ്യുക. ഇത് കപ്പ ബിരിയാണീൻ്റെ ടേസ്റ്റ് അല്ല, പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. ഈ കപ്പ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പച്ചമുളകും പെരുംജീരകവും കൂടെ ചേർക്കുക. പിന്നെ ഇതിലേക്ക് വെള്ളവും ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുകയാണ് വേണ്ടത്. ഒരുപാട് അരയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി തേങ്ങ. ഇപ്പം നമ്മുടെ കപ്പ പാതി കുക്കായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഗ്യാസിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ കയ്യിൽ കൊണ്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കുന്നുണ്ട്. ഒരുപാട് ഉടയേണ്ട ആവശ്യമില്ല, എന്നാൽ ചെറിയ ചെറിയ പീസ് കിട്ടുകയും വേണം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്യുക. ഇത് ഒരുപാട് അങ്ങ് തിളപ്പിക്കരുത്, അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലും തേങ്ങയും സെപ്പറേറ്റ് ആയിട്ട് വരും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെറിയൊരു തിള വരുന്ന സമയത്ത് ഓഫ് ചെയ്യുക. ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് തിളപ്പിച്ചാൽ മതി, അതിൽ കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കപ്പ റെഡിയായി വന്നിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പയും ബീഫാണിത്. സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.